ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹാവ് ഓർ ഗെറ്റ് പ്ലസ് സംതിങ് ഡൺ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഹാവ് ഓർ ഗെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് എ വെർബ്. ഈ ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. 2 സെൻറ്റൻസസ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, ഐ വാഷ് മൈ ഡ്രസ്സസ് എവറി ഡേ. സെക്കൻഡ് സെൻറ്റൻസ്, ഐ ഹാവ് മൈ ഡ്രസ്സസ് വാഷ്ഡ് എവറി ഡേ. ഈ 2 സെൻറ്റൻസും തമ്മിൽ എന്താണ് വ്യത്യാസം? ഐ വാഷ് മൈ ഡ്രസ്സസ് എവറി ഡേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ എൻ്റെ ഡ്രസ്സസ് എല്ലാ ദിവസവും വാഷ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ സെൻറ്റൻസ് ആണെങ്കിൽ ഐ ഹാവ് മൈ ഡ്രസ്സസ് വാഷ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യിപ്പിക്കാറുണ്ട് എന്നാണ്. ഒന്ന് ചെയ്യാറുണ്ട് എന്നാണെങ്കിൽ മറ്റേത് ചെയ്യിപ്പിക്കാറുണ്ട് എന്നായി. ചെയ്യിപ്പിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ഒരാൾക്ക് പേ ചെയ്തിട്ട് അത് ചെയ്യിപ്പിക്കുന്നതാണ് അല്ലേ? ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, ആരെ കൊണ്ടെങ്കിലാവട്ടെ അത് വേറെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നല്ലേ അതിനർത്ഥം. രണ്ടാമത്തെ സെൻറ്റൻസിലെ സ്ട്രക്ചർ ശ്രദ്ധിക്കൂ. ഐ കഴിഞ്ഞിട്ട് ഹാവ് പ്ലസ് മൈ ഡ്രസ്സസ്. മൈ ഡ്രസ്സസ് എന്നതാണ് ഓബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് വാഷ്ഡ്. വാഷ്ഡ് എന്നത് വാഷ് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. അപ്പോൾ ഐ ഹാവ് മൈ ഡ്രസ്സസ് വാഷ്ഡ് എവറി ഡേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യിപ്പിക്കാറുണ്ട്. ഐ പേ ഫോർ ദാറ്റ്. അതിന് പൈസ കൊടുത്ത് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതാണ് വ്യത്യാസം. ഇതിനെ നമുക്ക് ഇംഗ്ലീഷിൽ കോസേറ്റീവ് വേർബ്സ് എന്നാണ് പറയുക. അത് ഹാവിൻ്റെ ഒരു ഉപയോഗം. ഇതുപോലെ വേറെയും കോസേറ്റീവ് വേർബ്സ് ഉണ്ട്, പക്ഷേ നമ്മൾ ഇന്ന് ഹാവ് മാത്രം നോക്കുന്നു. ഐ ഹാവ് മൈ ഡ്രസ്സസ് വാഷ്ഡ് എന്നതിന് പകരം ഐ ഗെറ്റ് മൈ ഡ്രസ്സസ് വാഷ്ഡ് അങ്ങനെ പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. ഹാവ് അല്ലെങ്കിൽ ഗെറ്റ് ഉപയോഗിക്കാം. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. പിന്നെ എന്താണ് ഒരു ചെറിയ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഹാവ് ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഫോർമൽ ആയി, അതേസമയം ഗെറ്റ് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറച്ച് ലെസ് ഫോർമൽ ആണ്. ഇനി ഐ ഹാവ് മൈ റൂംസ് ക്ലീൻഡ്, അവിടെയും ചെയ്യിപ്പിക്കുക എന്നർത്ഥത്തിലാണ്. ഐ ഹാവ് മൈ റൂംസ് ക്ലീൻഡ്, ഞാൻ എൻ്റെ റൂംസ് ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഐ ഹാവ് മൈ സാരീസ് പെയിൻറ്റഡ്, ഞാൻ എൻ്റെ സാരീസ് പെയിൻറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. ഐ ഹാവ് മൈ ഹെയർ കട്ട്, ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഇതൊക്കെ അങ്ങനെ ഡിഫറെൻറ്റ് സെൻറ്റൻസസ് നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല ഇത് ഡിഫറെൻറ്റ് ടെൻസസിലും നമുക്ക് ഉപയോഗിക്കാം. ഐ ഹാവ് മൈ ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യിപ്പിക്കാറുണ്ട് എന്നല്ലേ. അപ്പോൾ അതൊരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസാണ്. നമുക്ക് വേണമെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം, പിന്നെ മോഡൽ വേർബ്സും ഉപയോഗിക്കാം. മോഡൽ വേർബ്സ് ഉപയോഗിച്ചുകൊണ്ടും ഇത്തരം സെൻറ്റൻസസ് പറയാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ എക്സാമ്പിൾ കൂടി മനസ്സിലാക്കാം. ഐ ഹാവ് മൈ ഹെയർ കട്ട്, ഞാൻ മുടി കട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കൂ. കട്ട് എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് കട്ട് ആണ്. കട്ട് എന്ന വേർബിന് ബേസ് ഫോം, അതുപോലെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒക്കെ സെയിം തന്നെയാണ്. കട്ട്, കട്ട്, കട്ട് എന്ന് തന്നെയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കട്ട് എന്നതിൻ്റെ V3 ഫോം ആണ്. ഇനി ഈ 2 സെൻറ്റൻസസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഐ ഹാവ് പെയിൻറ്റഡ് മൈ സാരി. നെക്സ്റ്റ് വൺ, ഐ ഹാവ് മൈ സാരി പെയിൻറ്റഡ്. ഈ 2 സെൻറ്റൻസുകളും വളരെ ഡിഫറൻ്റ് ആണ്. ഒന്ന് നോക്കൂ. ഫസ്റ്റ് സെൻറ്റൻസ് ഐ ഹാവ് പെയിൻറ്റഡ് മൈ സാരി എന്നല്ലേ. അത് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഞാൻ എൻ്റെ സാരി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തു കഴിഞ്ഞ ഒരു കാര്യം പറയുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ് ഐ ഹാവ് മൈ സാരി പെയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സാരി പെയിൻറ്റ് ചെയ്യിക്കാറുണ്ട് എന്നായി. അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. പെയിൻറ്റഡ് എന്ന ഒരു വേർഡ് ഈ 2 സെൻറ്റൻസിലും ഉണ്ട്. 2 സെൻറ്റൻസിലും V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. പക്ഷേ പെയിൻറ്റഡ് എന്ന ആ ഒരു വേർബ് അതിൻ്റെ പൊസിഷൻ മാറിയപ്പോൾ മീനിങ് ആകെ ഡിഫറൻ്റായി. വലിയ ഡിഫറൻസാണ് അതുണ്ടാക്കിയത്. ഹാവ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന ഈ ഒരു സ്ട്രക്ചർ ഏത് ടെൻസിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഐ ഹാവ് മൈ സാരീസ് പെയിൻറ്റഡ്, ഞാൻ എൻ്റെ സാരി പെയിൻറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. പ്രസൻറ്റ് സിമ്പിൾ ടെൻസാണ് അത്.
ഇനി ഹാവ് എന്നതിന് പകരം ഹാഡ് എന്നാക്കിയാലോ? ഐ ഹാഡ് മൈ സാരീസ് പെയിൻറ്റഡ് ലാസ്റ്റ് മന്ത്. ഞാൻ എൻ്റെ സാരി ലാസ്റ്റ് മന്ത് പെയിൻറ്റ് ചെയ്യിപ്പിച്ചു എന്നായി. അത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഐ ഹാഡ് ക്ലീൻഡ് മൈ റൂം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണത്. ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് മൈ റൂംസ് ക്ലീൻഡ്. ഐ ഹാഡ് മൈ റൂംസ് ക്ലീൻഡ്. അപ്പോൾ മീനിങ് മാറി. എൻ്റെ റൂം ഞാൻ ക്ലീൻ ചെയ്യിച്ചു എന്നായി. ഇവിടെ ഹാഡ് എന്നതിൻ്റെ പൊസിഷൻ ഒന്ന് മാറി എന്ന് മാത്രം, പക്ഷേ മീനിങ് ആകെ ചേഞ്ച് വന്നു. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ആം ഗോയിങ് ടു ഹാവ് മൈ കാർ സർവീസ്ഡ്. ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിക്കാൻ പോകുകയാണ്. അത് ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഐ ആം ഗോയിങ് ടു ഹാവ് മൈ കാർ സർവീസ്ഡ്. ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിക്കാൻ എന്നുള്ള മീനിങ് ആണ് അവിടെ. ഐ ആം ഗോയിങ് ടു ഗെറ്റ് മൈ കാർ സർവീസ്ഡ് എന്നും പറയാം. അവിടെ ഹാവിന് പകരം ഗെറ്റ് ഉപയോഗിച്ചു. മീനിങ്ങിൽ ഒരു വ്യത്യാസവുമില്ല. ഇനി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ആം ഹാവിങ് മൈ കാർ സർവീസ്ഡ്. ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ ആളുകൾ അത് വർക്ക്ഷോപ്പിൽ ആളുകൾ അത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥത്തിലാണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ആം ഹാവിങ് മൈ കാർ സർവീസ്ഡ്. ഐ ആം ഗെറ്റിംഗ് മൈ കാർ സർവീസ്ഡ് എന്നും പറയാം. ഗെറ്റ് ആണ് അവിടെ ഉപയോഗിച്ചത്. ഇനി മോഡൽ വേർബ്സ് ഉപയോഗിച്ചും നമുക്ക് ഈ ഒരു സ്ട്രക്ചറിലുള്ള സെൻറ്റൻസുകൾ നമുക്ക് പറയാം. ഐ മൈറ്റ് ഹാവ് മൈ ഐസ് ചെക്ക്ഡ്. ഐ മൈറ്റ് ഹാവ് മൈ ഐസ് ചെക്ക്ഡ്. ഞാൻ എൻ്റെ ഐസ് കണ്ണുകൾ ചെക്ക് ചെയ്യിപ്പിച്ചേക്കാം. അത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ചിലപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യിപ്പിച്ചേക്കാം എന്ന അർത്ഥത്തിലാണ് മൈറ്റ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഹാവ് എന്നതിൻ്റെ പ്ലേസിൽ ഗെറ്റ് വയ്ക്കുകയാണെങ്കിലോ? ഐ മൈറ്റ് ഗെറ്റ് മൈ ഐസ് ചെക്ക്ഡ്. ഐ മൈറ്റ് ഗെറ്റ് മൈ ഐസ് ചെക്ക്ഡ്. അങ്ങനെ മോഡൽ വേർബ്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇത്തരം സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഐ കട്ട് മൈ ഹെയർ എവരി വീക്ക് എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള സെൻറ്റൻസാണ്. ഞാൻ എൻ്റെ ഹെയർ എല്ലാ വീക്കിലും കട്ട് ചെയ്യാറുണ്ട് എന്നാണ്. എല്ലാ വീക്കിലും മുടി മുറിക്കാറുണ്ട് എന്നാണ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. ഐ ഹാവ് മൈ ഹെയർ കട്ട് എവറി വീക്ക് എന്ന് പറഞ്ഞാലോ? ഞാൻ എൻ്റെ ഹെയർ എല്ലാ വീക്കിലും കട്ട് ചെയ്യിപ്പിക്കാറുണ്ട് എന്നായി. കട്ട് ചെയ്യിപ്പിക്കാറുണ്ട് എന്ന മീനിങ് ആയി അവിടെ. അവിടെ ആരാണ് അത് ചെയ്യുന്നത് എന്ന് പറയേണ്ട ഒരാവശ്യവും ഇല്ല. ഇപ്പോൾ മുടി മുറിക്കുന്നത് ചിലപ്പോൾ ഒരു ഹെയർ ഡ്രസ്സറാവാം. പക്ഷെ അതൊന്നും അവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ കട്ട് മൈ ഹെയർ എവരി വീക്ക് എന്ന് പറയുമ്പോൾ കട്ട് എന്നത് V1 ഫോം ഓഫ് കട്ടാണ്. കട്ടിൻ്റെ ബേസ് ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം ഐ ഹാവ് മൈ ഹെയർ കട്ട് എവരി വീക്ക് എന്ന് പറയുമ്പോൾ അവിടെ കട്ട് എന്നതിൻ്റെ തേർഡ് ഫോം ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഐ കട്ട് മൈ ഹെയർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാലോ? അത് പാസ്റ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഐ കട്ട് മൈ ഹെയർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അവിടെ കട്ട് എന്നത് V2 ഫോമാണ്, സെക്കൻഡ് ഫോം ഓഫ് കട്ട്. ഐ ഹാഡ് മൈ ഹെയർ കട്ട് യെസ്റ്റർഡേ അവിടെ V3 ഫോമാണ്. ഐ ഹാഡ് മൈ ഹെയർ കട്ട്. ഞാൻ ഇന്നലെ എൻ്റെ മുടി മുറിപ്പിച്ചു. ഇനി വേറൊരു എക്സാമ്പിൾ. ഐ ഹാവ് മൈ ഹെയർ കട്ട് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. ഐ ഹാഡ് മൈ ഹെയർ കട്ട് പാസ്റ്റ് സിമ്പിൾ ടെൻസ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എങ്ങനെ ഉപയോഗിക്കും എന്നത് മനസ്സിലായല്ലോ?